നമ്മളിപ്പം ഷാപ്പിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കേരയുടെ തല വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഷാപ്പ് രീതിയിലാണ് നമ്മളത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിരവയെല്ലാം നമ്മുടേത് തന്നെ. നമ്മൾ ഷാപ്പിലെ കറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്കിത് ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത്. പക്ഷെ നല്ല മൂർച്ചയുള്ള പിച്ചത്തേക്ക് ഇല്ലെങ്കിൽ പണി പാടും. ഇപ്പോഴത്തെ തൊലിയെല്ലാം നമുക്ക് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി എടുക്കണം. ഏകദേശം അത് റെഡിയായിട്ടുണ്ട്. നമുക്കത് മുറിച്ച് ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ല ഫ്രഷ് തലയാണ്. നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഉള്ളി ചൂടായിട്ടുണ്ട്. ഒരു അടുപ്പ് കൂട്ടി, നമ്മൾ ഇത് വിറകടുപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അടുപ്പ് കൂട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിനാവശ്യം കടുവിട്ടു. നല്ല ചൂടായതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നാണ് ചെയ്യുന്നത്. നല്ല ചൂടാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക് ഇതിട്ട് ഇളക്കി എന്നിട്ട് നമുക്കിനി ആവശ്യമുള്ള കറിവേപ്പില ചേർത്ത് ആവശ്യമുള്ള പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടാക്കി നമുക്ക് അതിൻ്റെ പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്കത് പെട്ടെന്ന് ആവുന്നുണ്ട്. ചട്ടി നന്നായി ചൂടായിരിക്കും. നല്ല തീയുണ്ട്. അതുകൊണ്ട് പെട്ടെന്നാണ് നമുക്ക് ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ കുടംപുള്ളി ഈ മസാലയോട് കൂടെ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലേ അത് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ തലയിലൊക്കെ അത് പിടിക്കത്തുള്ളൂ. അപ്പോൾ ലാസ്റ്റ് അല്ല കുടംപുള്ളി ഇടുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ മസാലയുടെ കൂടെ തന്നെ ഇട്ട് തിളപ്പിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആദ്യം കുറച്ച് ചേർക്കുക, ബാക്കിയുള്ളത് നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിനകത്തേക്ക് തലയിട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് തലയിട്ട് കൊടുക്കാവൂ. പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് മുറിച്ചാണ് തലയെടുത്തിരിക്കുന്നത്. സാധാരണ ഷാപ്പിലൊക്കെ ഫുള്ളായിട്ടാണ് തലയിട്ട് കറി വെക്കുന്നത്. നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ മുറിച്ചിട്ട് കറി വെക്കും. നമ്മൾ അതിൻ്റെ ഗ്രേവിയിലേക്ക് നമ്മൾ തലയിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കണം. നല്ല തീ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് വരും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിള വരുന്നിടം വരെ, നന്നായിട്ട് തിളയ്ക്കുന്നതിന് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കറിയൊക്കെ നല്ല പരിവായിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമുക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് സമയം അത് 10-15 മിനിറ്റ് തിളച്ചപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നോക്കി കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തലയൊക്കെ നല്ല തിളച്ച് പാകമായിട്ടുണ്ട്. നമുക്ക് തലയൊക്കെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കാറ്റുണ്ട്. അവസാനമായിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചാറ് എത്രയും വേണ്ട, ഇച്ചിരി കുറുകണമെന്നുണ്ടെങ്കിൽ അത് കുറുക്കിയെടുക്കാം. അതിനുശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കറിയുടെ ആവശ്യാനുസരണം നമ്മൾ അത് പറ്റിച്ചെടുക്കണം. തലയൊക്കെ നന്നായിട്ട് തലയൊക്കെ നന്നായിട്ട് നോക്കി നല്ലവണ്ണം വെന്ത്
നല്ല പരുവായി, നല്ല തലയൊക്കെ നല്ലതായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, തല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് വരുന്നുണ്ട്, നോക്കി നല്ല സൂപ്പർ മണമാണ്. റെഡിയായിട്ടുണ്ട്. കറിയൊക്കെ നല്ല നൈസായിട്ടുണ്ട്. കുടംപുളിയൊക്കെ ഇറങ്ങി നല്ല പരുവായി. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല അടിപൊളി കറിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വെക്കുന്ന ഇങ്ങനെയൊക്കെ എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം, അത് ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പം നിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്.